ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾ മുതൽ വണ്ടികളിലൊക്കെ ബാറ്ററി നമുക്ക് സ്വാപ്പ് ചെയ്ത് പുതിയ ബാറ്ററി കയറ്റി വെച്ച് ആ ഒരു ചാർജിങ്ങിൻ്റെ ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന. എന്നാൽ ഇന്ന് നമ്മളൊരു പ്രവാസ് 4.0 വന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് തന്നെ ബസ്സുകളിലേക്ക്, അതായത് അവർ പറയുന്നത് 5 ടൺ ടു 55 ടൺ വരെ ചെയ്യാൻ ബാറ്ററി സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഒരു ഇതുമായിട്ട് നമ്മുടെ വീര ബസ് ബോഡി ബിൽഡേഴ്സും അതുപോലെ തന്നെ സൺ മൊബിലിറ്റിയും കൂടെ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ആ ഒരു പവലിയനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ കുറേ 3 ബസ്സുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ബസ് നമുക്കിവിടെ കിടക്കുന്നത് നമ്മളുടെ വീരയുടെ തന്നെ വീര മഹാസാമ്രാട്ടം എന്ന് പറഞ്ഞ ഈ ഒരു മോഡലാണ്. ഇതൊരു രക്ഷയില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് അവരുടെ ഓൺ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഈ കണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുണ്ടോ, ഇത് തന്നെ വീര മഹാസാമ്രാട്ടിൻ്റെ ഒരു EV ബസ്സാണ്. ഇതിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്നതാണ് 15 മിനിറ്റ്സ് ചാർജിങ് എന്നുള്ളൊരു ഇതിലാണ് ബസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റാപ്പിഡ് ചാർജിങ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റാപ്പിഡ് ചാർജിങ് പവർഡ് ബൈ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ EVയിലേക്കുള്ളൊരു പുതിയ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചാർജിങ് യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. 1 മിനിറ്റ് മെഗാവാട്ട് ചാർജിങ്, നമുക്ക് ഓഫ് റോഡ് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ചാർജിങ് യൂണിറ്റ് ആണ്. അതിൽ നിന്ന് ഇതുണ്ടോ ആ ഒരു വണ്ടിയുടെ ചാർജ് ചെയ്യുന്ന ഭാഗമാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഭയങ്കര ഹെവി ചാർജറും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ 3ാമത്തെ ബസ് ഇവിടെ കിടക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീര സാമ്രാട്ട് EVയുടെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയോടുകൂടിയ മറ്റൊരു വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സ്വാപ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റി ബസ്സാണ്. നമുക്ക് സിറ്റിയുടെ റൈഡിന് ഒരു ചെറിയ ഡിസ്റ്റൻസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബസ്സാണ് നമുക്കിത് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഫുൾ ആ ഒരു ബാറ്ററിയുടെ സെഗ്മെന്റാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കമ്പാർട്ട്മെന്റിലും ആ ഒരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെയാണ് ബോഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സൺ മൊബിലിറ്റിയുടെ ബിസിനസ് ഹെഡായ നമ്മളുടെ ഒരു സാർ നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മളുടെ കൂടെ നമ്മുടെ സിദ്ധാർത്ഥ് സാറുണ്ട്. സോ വെൽക്കം ടു ദി ഷോ. ഓക്കെ, ആക്ച്വലി ആളൊരു മലയാളിയാണ്. മലയാളം സംസാരിക്കാൻ അത്ര ഇതല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഓരോ ബസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്. Correct. Thank you so much. Okay. So this is India's first 10.5 meter swappable electric bus, right? So why swappable technology? There are 2 challenges for electric vehicles in India. One is high cost. See, lithium batteries are one of the major cost components. Okay. 40% of the vehicle cost is lithium batteries, right? The second is long charging times. To charge a bus, you need 2 to 3 hours. Right? So if you are going somewhere, passengers need to wait 2 to 3 hours to charge. Now, this is why we invented the swappable electric bus. Right? So what is swapping technology? The battery is separate from that of the bus. Okay. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ബൈക്കിൽ നിന്നൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് വെക്കുന്ന പോലെയാണ്. Same technology from the 2-wheeler, 3-wheeler we have put in the bus. Right? In here, Sun Mobility invest in the battery and the station. Okay. And the bus OEM will make the bus. We work with the bus manufacturer. Okay, the Veera. For example, Veera. Okay. And then we are integrating our technology in this bus so the operators can buy. Okay. So you are integrating with any of this OEM? Any of the OEMs. So we are working with multiple OEMs, but our launch is with Veera. Veera. Right? Okay. So just to show you the swappable technology, this is a 10.5 meter bus. Okay. And this has a 110 kilowatt hour battery. Okay. Our solution is modular. So we have 110 if it's a long distance bus. Okay. If it's a long distance bus, we can put 2 batteries. 220 also it can go. Right? If it's a smaller distance, let's say small intercity Mofussil routes, you can do 110 kilowatt hours. Okay. Accordingly, the price per kilometer will be different. So ഇതിനകത്ത് ഇപ്പോൾ നോർമലി എത്ര ബാറ്ററീസ് ആണ് വരുന്നത്? 110 batteries we can put. Right? We also have 55 kilowatt. You can do 100 plus 55 depending on route. See, depending on an operator's route, we can really optimize the batteries. മനസ്സിലായി. Okay, then the best cost per kilometer you will get.
ഓക്കെ, മനസ്സിലായി. അപ്പൊ നമ്മളുടെ എന്താണോ കസ്റ്റമറുടെ നീഡ് അതിനനുസരിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. മനസ്സിലായി. I talked about two challenges. Okay. One was high cost. Now high cost, how is it taken care? Because battery the operator doesn't need to buy. We are investing in the battery. Okay. So the price of the bus automatically falls by 40%. Okay. Right? It is same as the diesel bus now. And if you അത് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളിപ്പോ ഈ കാണുന്ന ഒരു സെറ്റപ്പ് പോലെ നമുക്ക് ഓരോ ബസ്സിനും വേണമല്ലോ, അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നാണോ പറയുന്നത്? Correct. So see, any operator today diesel bus may be 50 lakhs for a 10.5 meter. 50 lakhs if it is a diesel bus. Okay. If you want to buy fixed battery, it is at least 80 lakhs, 90 lakhs because of battery. Okay. Now if you buy this, because battery we are buying, it is same 50 lakhs. Okay. First challenge, what I said, high cost. High cost is, now the cost is same as diesel. Okay. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററി നമ്മുടെ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്ററി പിന്നെ സ്റ്റേഷനും അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഈ ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡീസൽ ബസ് വാങ്ങിക്കുന്ന റേറ്റിന് ഈ EV ബസ് നമുക്ക് കിട്ടും. Second challenge was 2 hours of charging. Here we are swapping batteries in under 2.5 minutes. Okay. So this is a completely built robotic arm. So this robotic arm, it will sense the position of the battery. Right? This is a 110 kilowatt hour battery. It is sensing the position of the battery. So this is, imagine a bus has come into the bus depot. It is taking the discharge battery from the bus. Right? So this is taking the robotic arm sense where the bus is. It is taking the discharge battery from the bus. Okay. Now this is our swapping station. Okay. We will put it one. Okay. Right? This discharge battery now will go into the swapping station. Okay. Right? Then And the then- charged battery come back. Yes. Now if you will see, the machine will take a charge battery Okay. and he will put it inside the bus. And the bus is ready to go in 2.5 minutes, fully charged. 2.5 minutes it will Fully charged. 120 kilometers for this battery. You can keep achieving in 2.5 minutes. Okay. Right? Okay. 2.5 minutes. Okay. So now you see, it is taking a charged battery from the bus, Okay. from the station. Station has complete liquid cooling. Liquid cooling. Right? So Okay. during the charging, the battery is completely safe. See, most of the safety incidents are happening during charging because battery is getting heated. Okay. Right? Okay. Here, charging is happening in our station. It is completely liquid cooled. Okay. Okay. Now it is taking a charge battery and it will put in the. So one battery will we can drive up to 120 kilometers. So one battery, 120 kilometers, it can go, and in 2.5 minutes it fully charged. Okay. So see, cost of the battery was a challenge. We reduced the challenge Okay. because we are investing in the battery and station, Okay. and the charging time. Okay. Any passenger need not wait. You just wait for 2.5 minutes. It's fully charged, and you can. Okay. Okay. Understood. So that is the advantage of battery swapping. Okay. അപ്പോൾ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി വളരെ നല്ല രീതിക്ക് കൂടുതൽ നമ്മൾ പറയുവാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വരുന്ന ബസ്സിൻ്റെ ഈ ഒരു ഓട്ടത്തിനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. നമ്മളുടെ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ബസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വീരാട തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ബസ് കിടപ്പുണ്ട്. അത് വീരാട ഓൺ മാനുഫാക്ചറിംഗ് ഉള്ള ബസ്സാണ്. അതാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ വിഷ്ണു കൊടുത്ത് സാനിങ് ഔട്ട് ഫ്രം മോട്ടോഴ്സ് വ്ലോഗ്.